Hi and welcome to the new video. In this video, I'll be discussing about AC circuit conducting pure capacitance only, or AC through pure capacitance. അപ്പോൾ ഒരു പ്യുവർ കപ്പാസിറ്റൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഐഡിയലാണ്, അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പെർഫെക്റ്റ് കേസിൽ അങ്ങനെ വരില്ല. എന്തായാലും ജോയിന്റ് ഒക്കെ ഉണ്ടാവും, സോൾഡറിംഗ് ഒക്കെ ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ തൽക്കാലം പ്യുവർ ആണെന്ന് വിചാരിക്കുന്നു. സെയിം സപ്ലൈ V ഈക്വൽ ടു VM sin omega t. C ആണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ, ഫാരഡ് C ഫാരഡ് ആണ്. പോകുമ്പോൾ വരുന്ന കറണ്ട് I ആണ്. നമുക്ക് ഇവിടെ എഗെയിൻ വേണ്ടത് എന്താണ്? കറണ്ടിനുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. വിൽ സ്റ്റാർട്ട് വിത്ത് എന്താ? V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി നമുക്കറിയാം. അത് നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, എന്താ പറയുക, കപ്പാസിറ്റൻസിന്റെ കേസിലായിട്ട് കറണ്ട് I ഈക്വൽ ടു എന്തായിരുന്നു? CdV/dt ആണ് അല്ലെ. CdV/dt ആണ്. കറണ്ട് കിട്ടാൻ എളുപ്പമാണ്. സോ C/d/dt ഓഫ് V എന്ന് പറഞ്ഞാൽ എന്താ? VM സൈൻ ഒമേഗ ടി. ഇതിനൊന്ന് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു VM എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഒമേഗ ടി എന്ന് വരും. ഇൻറ്റു എന്ത് വരും? ഒരു ഒമേഗയും കൂടി വരും. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഒരു ഫോർമാറ്റിലോട്ട് എത്തിയിട്ടില്ല. നമുക്ക് എപ്പോഴും VM സംതിങ് എന്ന് പറഞ്ഞിട്ട് വേണം വരാം. അപ്പോൾ VM ബാക്കിയുള്ള കോൺസ്റ്റന്റ് C ഒമേഗ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ, എനിക്ക് 1/C ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ഞാനത് 1/C ഒമേഗ എഴുതി. ഇപ്പം ഇനി എടുക്കുന്നത് കോസ് ഒമേഗ ടി ആണ്. കോസ് ഒമേഗ ടി നമുക്ക് എഴുതിയാൽ പറ്റില്ല, നമുക്കറിയാം സൈനിലോട്ട് കൊണ്ടുവരണം. സോ ഈ VM/1/C ഒമേഗ അവിടെ ഉണ്ട്. കോസ് ഒമേഗ ടീനെ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 പ്ലസ് തീറ്റ എന്ന് എഴുതാം. സൈൻ π/2 പ്ലസ് ഒമേഗ ടി എന്നുള്ള രീതിക്ക് എഴുതാം. പിന്നെ മറ്റോടത്ത് ചെയ്ത പോലെ തന്നെ ഞാൻ ഇവിടെയും ഒരു അസംഷൻ എടുക്കുകയാണ്. അതായത് നമുക്ക് ഇവിടെ എന്തുണ്ട്? VM/1/C ഒമേഗ എന്നുള്ളതിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? IM എന്ന് വിളിക്കുകയാണ്. IM അല്ലേ. അവിടെ VM/R ആയിരുന്നു, പിന്നെ VM/L ഒമേഗ ആയിരുന്നു. ഇവിടെ VM/1/C ഒമേഗയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് മറ്റോടത്തെ പോലെ തന്നെ ഈ ഒരു സംഭവത്തിനെ വിളിക്കുന്നത് XC എന്നാണ് വിളിക്കുന്നത്. XC കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. XC ഈസ് ഈക്വൽ ടു എന്താ? ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. 1/1/C ഒമേഗയാണ്, ഓർ 1/2πfC ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. സിമിലർ ടു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അത് റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ടുള്ള ഇക്വലന്റ് കപ്പാസിറ്റീവ് വാല്യൂ ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. എഗെയിൻ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അപ്പോൾ അത് തെറ്റരുത്. ഇൻഡക്ടറിലാണ് L ഒമേഗ, കപ്പാസിറ്റീവ് 1/C ഒമേഗ ആണ്. അതായത് റെസിപ്രോക്കൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഫൈനലി എന്താണ് കിട്ടുന്നത്? അപ്പോൾ എനിക്ക് അവസാനം വേണമെങ്കിൽ I ഈസ് ഈക്വൽ ടു ഇതിനെ എന്ത് എഴുതാം? IM സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നുള്ള രീതിക്ക് എഴുതാവുന്നതാണ് അല്ലേ. I ഈസ് ഈക്വൽ ടു എന്താ പറയുക? സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നുള്ള രീതിക്ക്. നമ്മളത് ഉപയോഗിക്കുന്നത് കളർ ഗ്രീൻ ആൻഡ് അതിലേക്ക് മാറ്റി മാത്രം. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും ഇതെൻ്റെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ 1ഉം 2ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ VM IM ഉണ്ട്, സൈൻ ഒമേഗ ടി ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്ലസ് π/2 ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താ? അവിടെ ഒരു എന്തുണ്ട്? ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസ് ഡിഫറൻസ് എത്രയാണ്? π/2 ആണ്. π/2 ആണ്. പക്ഷെ ആർക്കാണ് പ്ലസ് വന്നിട്ടുള്ളത്? പ്ലസ് π/2 ആണ്, കറണ്ടിനാണ്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യാണ്? ലീഡ് ചെയ്യാണ്. കറണ്ട് ഈസ് ലീഡിങ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. അപ്പോൾ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കറണ്ട് π/2 മുന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ പീക്ക് വാല്യൂസ് ആണ്. ഇത് π/2 നമുക്കറിയാം. കറണ്ട് എന്ത് ചെയ്യണം? ഒരു π/2 മുന്നിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ π/2 മുന്നിലാണ് കറണ്ട് പോകേണ്ടത്. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്? വേവ് ഫോം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ ആയിരിക്കും എന്ത് വരിക? നമ്മുടെ കറണ്ട് വരിക. ഓക്കെ, ഇതിൽ നമ്മൾ കറണ്ടും കൂടിയും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫേസർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ഇപ്പോൾ ഞാൻ ആദ്യം എല്ലാ വട്ടത്തെയും പോലെ ഏത് ഫേസറിനെ വരയ്ക്കുന്നു? വോൾട്ടേജ് ഫേസറിനെ വരയ്ക്കുന്നു. കറണ്ട് 90 ഡിഗ്രി ലീഡിങ് ആണ്. അപ്പോൾ കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്, 90 ഡിഗ്രി ആണ്, കറണ്ട് ലീഡിങ് ആണ്. അപ്പോൾ ഇൻഡക്ടറിൽ ഓരോന്നിൽ റെസിസ്റ്ററിലായിരുന്നപ്പോൾ വോൾട്ടേജും കറണ്ട് ഇൻ ഫേസ് ആയിരുന്നു. ഇൻഡക്ടറിൽ വന്നപ്പോൾ കറണ്ട് 90 ഡിഗ്രി ലാഗിങ് ആണ്. കപ്പാസിറ്ററിൽ വന്നപ്പോൾ കറണ്ട് 90 ഡിഗ്രി ലീഡിങ് ആണ്. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഇൻഡക്ടറിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട്, കപ്പാസിറ്ററിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മറ്റോടത്തെ പോലെ തന്നെ ആവറേജ് പവർ വേണം. ആവറേജ് പവർ ഡിറൈവ് ചെയ്യാം. അവിടെ ചെയ്താർന്ന അതേപോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് എഴുതും? ഇൻസ്റ്റൻറ്റേനിയസ് പവർ എഴുതും.
സോ ഇൻസ്റ്റൻറ്റേനിയസ് പവർ സ്മോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് വി ഇൻറ്റു ഐ ആണ്. അപ്പം നമുക്കറിയാം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി ആണ്. അതേപോലെ ഇവിടെ നമുക്ക് ഇടയിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം കോസ് ഒമേഗ ടി ആണ് അല്ലേ. ഈ സാധനത്തിന് ഐ എം എന്ന് വിളിക്കുന്നു, ബാക്കി ഒരു കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ എനിക്ക് ഈ കറണ്ടിന് പകരം എന്തെന്ന് എഴുതാവുന്നതേ ഉള്ളൂ, ഐ എം കോസ് ഒമേഗ ടി എന്ന് എഴുതാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി വരും. നേരത്തെ അതേപോലെ തന്നെ ആ ഒരു മൈനസ് സൈൻ അവിടെ ഇല്ലയെന്ന് മാത്രം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വി എം ഐ എം സൈൻ 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 2 തീറ്റ ബൈ 2 ആണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ആവറേജ് പവർ ആണ്. ആവറേജ് പവർ കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ എന്ത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, സ്മോൾ ലെറ്റർ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് സൈനിനെയാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക, സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ 0 ആയിരിക്കും. അപ്പോൾ എഗെയിൻ ഇതിൻ്റെയും ആവറേജ് പവർ 0 ആണ്. സോ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയാലും പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയാലും ആവറേജ് പവർ വിൽ ബി 0. ബട്ട് പ്യുവർലി റെസിസ്റ്റീവിൽ മാത്രം എന്തുണ്ട്, ആവറേജ് പവർ ഉണ്ട്. അതിനൊരു വാല്യൂ ഉണ്ട്, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. ഇതും ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് നോക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഏതാ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ വോൾട്ടേജ്, അതിന് 90 ഡിഗ്രി പിന്നിലോട്ടായിട്ട് എന്താ ലീഡിങ് ആയിട്ട് എൻ്റെ കറണ്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വോൾട്ടേജിൻ്റെ ഒരു ഫുൾ സൈക്കിൾ നോക്കുന്നേ ഉള്ളൂ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ടും പോസിറ്റീവാണ്, വോൾട്ടേജും കറണ്ടും പോസിറ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഈ ഒരു രീതിക്ക് വരും. ഇവിടെ വോൾട്ടേജ് പോസിറ്റീവാണ്, കറണ്ട് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് വരും, വീണ്ടും പോസിറ്റീവായിട്ട് വരും, വീണ്ടും നെഗറ്റീവായിട്ട് വരും. മറ്റോടത്തെ ഇൻഡക്ടറിൻ്റെ കേസിൽ കിട്ടിയ പോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞത് മാത്രം. ബട്ട് ഈക്വൽ പോസിറ്റീവ് നെഗറ്റീവ് എൻ്റെ ആവറേജ് എന്തായി പോകും, 0 ആയി പോകും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് ആ 3 കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ.